അവനെ നിങ്ങൾ ആരാധിക്കുക. ഇവിടെ ആരാധിക്കപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. ആ ആരാധ്യന്മാരെ കുറിച്ച് ആരാധിക്കുന്ന ആളുകൾക്ക് തന്നെ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നവരവരാണ് എന്ന അഭിപ്രായമില്ല. അപ്പോൾ പരിശുദ്ധ ഖുർആൻ ശുദ്ധ ആത്മീയതയിലേക്ക് മനുഷ്യരെ ക്ഷണിക്കുകയാണ്. ഞാൻ സൂചിപ്പിക്കുന്നത്, ആത്മീയതയുടെ പേരിൽ തർക്കങ്ങൾ നിലനിൽക്കുന്ന സമയത്ത് അവിടെ വിഭാഗീയതയില്ലാത്ത, വർഗീയതയില്ലാത്ത ആത്മീയതയിലേക്ക്, ഇപ്പൊ കേരളത്തിലേക്ക്, ഇപ്പോ നിങ്ങള് കേരളത്തിലെ ടൂറിസവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഓഫീസുകളിൽ നിങ്ങളുടെ ശ്രദ്ധിച്ചാൽ, ഈ ഓഫീസുകളെല്ലാം ചുറ്റിപ്പറ്റിച്ചാല് റെപ്രസെന്റേറ്റീവ്സ് ഉണ്ടാവും. എയർപോർട്ടിലെല്ലാം പോയി നോക്കിയാൽ മതി. അവിടെ ഏതെങ്കിലും ടൂറിസ്റ്റുകൾ വന്നിട്ട് കേരളത്തിലെ ടൂറിസ്റ്റ് പ്ലേസസിനെ കുറിച്ച് പറഞ്ഞാൽ അവര് അതിൻ്റെതായ ബുക്ക്ലെറ്റും കാര്യങ്ങളും കൊടുക്കും. അങ്ങനെ ആ സമയത്ത് ഇവരിങ്ങനെ ഇറങ്ങി വരുമ്പോഴേക്ക് ആളുകൾ എത്തും. ആരാ? റെപ്രസെന്റേറ്റീവ്സ്. എന്നിട്ട് അവർ പറയണ എന്താ? ഇതാ കേരളത്തിൽ ഇന്ന സ്ഥലം കിട്ടോ, അവിടെ നിങ്ങൾ ഏതായിരുന്നാലും പോകണം. കേരളത്തിന്റെ ആത്മീയതയുടെ ദിവ്യ ജ്യോതിസ് അവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. നല്ല ശുദ്ധമായ ആംഗലേയ ഭാഷയിൽ, ഇംഗ്ലീഷ് ഭാഷയിൽ അവർക്ക് പറഞ്ഞു കൊടുക്കും. സകല ആത്മീയതയുടെയും ദേവിയും ദേവനും സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങൾ. ഒരു കൂട്ടർ അത് വന്ന് പറയുമ്പോഴേക്കതാ മറ്റേ കൂട്ടരെത്തുന്നു. സകല രോഗശാന്തി ശുശ്രൂഷയുടെയും കേന്ദ്രമുണ്ട് കേരളത്തിൽ. ആ കേന്ദ്രം കാണാതെ നിങ്ങൾ പോയാൽ നിങ്ങൾക്ക് വലിയ നഷ്ടമാകും. അതുകൊണ്ട് അങ്ങോട്ട് പോകണം നിങ്ങൾ. ഇവിടെ എന്താണ്? ദൈവങ്ങളുടെ ദല്ലാളന്മാർ തമ്മിലുള്ള തർക്കമാണ്. ഈ പാവം വിദേശി കുടുങ്ങുകയാണ്. ആത്മീയതയുടെ കേന്ദ്രമാണ് ഇന്ത്യ എന്നുള്ള ആരൊക്കെയോ പറഞ്ഞു കേട്ടിട്ടുള്ള വാർത്ത കേട്ട് വരുന്ന അയാൾ, അദ്ദേഹം ഏത് മനുഷ്യ ദൈവത്തിന്റെ, ഏത് ആൾ ദൈവത്തിന്റെ, ഏത് രോഗശാന്തി ശുശ്രൂഷ കേന്ദ്രത്തിന്റെ പിന്നിൽ പോകണമെന്നറിയാതെ പ്രയാസപ്പെടുകയാണ്. പരിശുദ്ധ ഖുർആനിന് ഇങ്ങനെയുള്ള അവകാശവാദങ്ങളല്ല ഉള്ളത്. മറിച്ച് ഞങ്ങളുടെ ദൈവം വലുത്, നിങ്ങളുടെ ദൈവം ചെറുത്, ഞങ്ങളുടെ ദൈവം കൂടുതൽ അത്ഭുതം പ്രവർത്തിക്കുന്നവൻ, നിങ്ങളുടെ ദൈവമോ അത്ഭുത പ്രവർത്തിക്കാത്തവൻ, ഞങ്ങളുടെ ദൈവം ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവൻ, നിങ്ങളുടെ ദൈവം മോശം. അങ്ങനെയുള്ള അവകാശവാദങ്ങളുടെ അടിസ്ഥാനത്തിലല്ല പരിശുദ്ധ ഖുർആൻ സംസാരിക്കുന്നത്. ഖുർആൻ മനുഷ്യരെ ക്ഷണിച്ചത് ഞാൻ പറഞ്ഞല്ലോ, സൃഷ്ടാവിന്. അവനെ നിങ്ങൾ എന്ത് പേര് വിളിക്കുന്നു എന്നല്ല. നിങ്ങളെ പടച്ചവനാണോ അവൻ? നിങ്ങളുടെ ആരാധ്യൻ, നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ആരാധ്യൻ, നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ പ്രതിഷ്ഠിച്ചിട്ടുള്ള, നിങ്ങളുടെ മനസ്സിന്റെ വേദനകൾ നിങ്ങൾ തുറന്നു വെക്കുന്ന, നിങ്ങളുടെ ഹൃദയത്തിന്റെ പ്രയാസങ്ങൾ നിങ്ങൾ തുറന്നു വെക്കുന്ന നിങ്ങളുടെ ആരാധ്യൻ നിങ്ങളെ സൃഷ്ടിച്ചവനാണോ? അല്ലേ എങ്കിൽ അത് മാറണം. നിങ്ങളുടെ സൃഷ്ടാവിനെ നിങ്ങളെ ഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിക്കണം. ഇതാണ് ഖുർആനിന് ഒന്നാമതായി മനുഷ്യ സമൂഹത്തോട് പറയാനുള്ളത്. പ്രവാചകന്മാർ മുഴുവനും പറഞ്ഞ കാര്യം തന്നെ. യഥാർത്ഥത്തിൽ പ്രവാചകന്മാർ മുഴുവൻ പറഞ്ഞ കാര്യമാണിത്. പക്ഷേ ആ പ്രവാചകന്മാർ തന്നെ പിൽക്കാലഘട്ടത്തിൽ തുരുഷ്പുഷീട്ടുകളായി മാറുകയാണ് ചെയ്തത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രവാചകന്മാർ മുഴുവനും ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലേക്ക് കടന്നു വന്ന മുഴുവൻ പ്രവാചകന്മാരും പഠിപ്പിച്ച തത്വം എന്താ? സട്ടാവായ തമ്പുരാനെ മാത്രം ആരാധിക്കുക എന്ന തത്വം. യേശുക്രിസ്തുവിനടുക്കലേക്ക് പിശാചി കടന്നു വരിക, സാത്താൻ വന്നിട്ട് മത്തായിയുടെ സുവിശേഷത്തിലെ 4-ാം അധ്യായത്തിന്റെ തുടക്ക ഭാഗത്ത് കാണാൻ കഴിയും. സാത്താൻ വന്നിട്ട് അദ്ദേഹത്തിന് വലിയ പ്രലോഭനങ്ങൾ നൽകുന്നു. ലോകത്തിലെ മുഴുവൻ ഭൗതിക വസ്തുക്കളും മുഴുവൻ നിധികളും അദ്ദേഹത്തിന്റെ മുന്നിൽ തുറന്നു വെക്കുന്നു. എന്നിട്ട് പറയുന്നു, എന്നെ ഒന്ന് സാഷ്ടാംഗം നമിച്ചാൽ, എന്നെ ഒന്ന് ആരാധിച്ചാൽ ഈ മുഴുവൻ നിധികളും നിനക്കുള്ളത്. ഏത് മനുഷ്യനും പ്രലോഭിപ്പിക്കപ്പെട്ടു പോകുന്ന അവസ്ഥാവിശേഷം. ഈ സമയത്ത് സ്വന്തം വാക്കിൽ നിന്ന് എന്തെങ്കിലും എടുത്തു പറയാതെ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ക്രിസ്തു സംസാരിക്കുന്നു. ബൈബിളിലെ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിലെ 10-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാം, സാത്താനെ പോ, നീ നിന്റെ ദൈവമായ കർത്താവിനെ മാത്രം നമസ്കരിച്ച് അവനെ മാത്രം ആരാധിക്കണമെന്നല്ലോ എഴുതപ്പെട്ടിരിക്കുന്നത്. എന്താ ഗ്രന്ഥങ്ങളിലുള്ളത്? എന്താ പ്രവാചകന്മാരിലൂടെ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്? എന്താ ദൈവിക ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്? നിന്റെ ദൈവത്തെ മാത്രം ആരാധിക്കണമെന്ന്. പിന്നെ നിന്നെ ആരാധിക്കുകയോ സൃഷ്ടിപൂജയോ? യേശുവിന്റെ ചോദ്യമാണത്. സൃഷ്ടാവായ തമ്പുരാൻ മാത്രമാണ് ആരാധ്യൻ എന്ന് പഠിപ്പിച്ച യേശു ക്രിസ്തു, പക്ഷേ പിൽക്കാലഘട്ടത്തിൽ അദ്ദേഹം തന്നെയാണോ സൃഷ്ടാവ് അതല്ലേ എന്ന വിഷയത്തിലുള്ള ചർച്ചയാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ക്രൈസ്തവ സഭകൾ തമ്മിൽ. സൃഷ്ടാവിന് അദ്ദേഹത്തെ വിളിക്കാൻ പറ്റുമല്ലയോ എന്ന ചർച്ച. കാരണം ആരാധ്യനാണ് അദ്ദേഹം എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല, ആർക്കും അഭിപ്രായമില്ല. എല്ലാവരും പൊതുവായി അംഗീകരിക്കുന്ന കാര്യം യേശു ആരാധ്യനാണോ അല്ല എന്നുള്ള അഭിപ്രായമല്ല. യേശുവാകട്ടെ ഒരിക്കൽ പോലും അദ്ദേഹത്തെ ആരാധിക്കുവാൻ ആവശ്യപ്പെട്ടിട്ടുമില്ല. നിങ്ങൾ നോക്കൂ, ഭാരതത്തിലേക്ക് കടന്നു വന്ന പ്രവാചകന്മാർ പഠിപ്പിച്ചതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ആശയങ്ങളുടെ സ്വാധീനം.
യജുർവേദത്തിലെ 40-ാം അധ്യായത്തിൽ 8-ാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുന്നു, അന്ധം തമഹ പ്രവിശന്തിയേ സംഭൂതി മുപാസതേ തതോ ഭൂയ ഇവദേ തമോയ സംഭൂതിയാമൃത. എന്താ പറയുന്നത്? നശ്വരങ്ങളായ നശിച്ചു പോകുന്ന ദേവന്മാരെയും പിതൃക്കളെയും മാനവന്മാരെയും ആരാധിക്കുന്നവർ, ഉപാസിക്കുന്നവർ ഘോരമായ അന്ധകാരത്തിലാണ് പതിക്കുക, നരകത്തിലാ പോവുക. ഇത് പറയുന്നത് ഈശാവാസ്യോപനിഷത്ത് ആവർത്തിച്ച് പറയുന്നുണ്ട് 12-ാമത്തെ ശ്ലോകത്തിൽ. എന്താ? ദേവന്മാരെയും പിതൃക്കളെയും മനുഷ്യരെയും ഉപാസിക്കുന്നവർ ഘോരമായ അന്ധകാരത്തിലാണ്, നരകത്തിലാണ് പോകുക. പിന്നെ ആരാധിക്കേണ്ടത്, ഉപാസിക്കേണ്ടത് ആരെയാണ്? അനശ്വരനായ പരമാത്മാവിനെ. ഞാൻ പറയുന്നത് ശുദ്ധമായ ആത്മീയതയാണിതല്ല. എന്നാൽ ആ ശുദ്ധമായ ആത്മീയതയിൽ നിന്ന് മനുഷ്യർ പിടച്ചു പോവുകയാണ്. മനുഷ്യരെ ചൂഷണം ചെയ്യുന്ന ആളുകൾ, ദൈവത്തിന്റെയും മനുഷ്യരുടെയും ഇടയിലുള്ള ദല്ലാളന്മാരെ കൊണ്ടുവന്നുകൊണ്ട് മനുഷ്യരെ ചൂഷണം ചെയ്യുവാൻ വേണ്ടി ഒരുങ്ങിപ്പുറപ്പെടുന്ന ആളുകൾ, അവർ മനുഷ്യരെ ഈ രൂപത്തിൽ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഇസ്ലാമിനെ അറിയുക എന്ന പ്രമേയവുമായി ക്യാമ്പയിൻ സംഘടിപ്പിക്കുമ്പോൾ ഒന്നാമതായി മുസ്ലിം സമുദായത്തോട് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ISMന്റെ പ്രവർത്തകർ പറയുന്നു, സമുദായമേ, ലോകത്തിന്റെ മുന്നിൽ ഇസ്ലാമിനെ അറിയിച്ചു കൊടുക്കേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട്. നിങ്ങൾ സുഷുപ്തിയിലാണ്. ആത്മീയതയെ അന്വേഷിച്ചുകൊണ്ട് വരുന്ന മനുഷ്യർക്ക് യഥാർത്ഥ ആത്മീയത പറഞ്ഞു കൊടുക്കാൻ മാത്രം ആളില്ല. മനുഷ്യ ദൈവങ്ങളിലേക്ക് കൊണ്ടുപോകുവാൻ, ശവകുടീരങ്ങളിലേക്ക് കൊണ്ടുപോകുവാൻ, വിഗ്രഹങ്ങളിലേക്ക് കൊണ്ടുപോകുവാൻ, അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ രൂപത്തിലുള്ള രോഗശാന്തി ശുശ്രൂഷയുടെ കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുപോകുവാൻ അവയുടെ വക്താക്കളുണ്ട്, റെപ്രസെന്റേറ്റീവ്സ് ഉണ്ട്. അവരുടേതായ സകലവിധ കഴിവുകളും ഉപയോഗിച്ചുകൊണ്ട് അത് നിർവഹിക്കപ്പെടുന്നു. പക്ഷേ യഥാർത്ഥത്തിലുള്ള ആത്മീയത ഇന്ത്യയിലേക്കും ഇസ്രായേലിലേക്കും എന്ന് വേണ്ട ലോകത്തിന്റെ ഏത് ഭാഗത്തിലേക്കും കടന്നു വന്ന പ്രവാചകന്മാർ മുഴുവനും പഠിപ്പിച്ച ആത്മീയത, സൃഷ്ടാവായ തമ്പുരാൻ മാത്രമേ ആരാധനായുള്ളൂ എന്നുള്ള ആത്മീയത, ആ സൃഷ്ടാവായ തമ്പുരാന് ജീവിതത്തെ സമർപ്പിക്കുക എന്ന ആത്മീയത, പ്രവാചകന്മാർ മുഴുവനും പഠിപ്പിച്ച യഥാർത്ഥ ആത്മീയതയെ പഠിപ്പിക്കേണ്ട ആളുകൾ സുഖസുഷുപ്തിയ. അതാണ് ഏറ്റവും പ്രധാനമായ, ഏറ്റവും സങ്കടകരമായ കാര്യം.